രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇന്നലെയും 4 മണിക്കൂറോളം രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു, നമ്മൾ കണ്ടതാണ്. രാഹുൽ പൂർണ്ണമായി സഹകരിക്കുമെന്ന് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. 3 ദിവസം ചോദ്യം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യനുണ്ട്. ഡാന്, ആദ്യ ലൈംഗിക പീഡന പരാതിയിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മറ്റ് 2 പരാതികൾ കൂടിയുണ്ട്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്? ഇന്ന് അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പടക്കം ഉണ്ടാകുമോ? കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാരിയുടെ പക്കൽ നിന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കൈപ്പറ്റിയതാണ്. അതിനുശേഷമാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അവിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഉപാധികളോടെ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം, അതായത് ഇന്നലെയും ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വിശദമായ ചോദ്യം ചെയ്യലാണ്. ഏതാണ്ട് 4 മണിക്കൂറിലേറെ ഉദ്യോഗസ്ഥർക്ക് രാഹുലിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളടക്കം രാഹുൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കോടതിയിൽ നേരത്തെ ഇത് തന്നെ രാഹുൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചതാണ്. അതേസമയം തൻ്റെ നഗ്നദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെടുത്താനുള്ള നീക്കം നേരത്തെ തന്നെ നടത്തിയതാണ്. പക്ഷേ അതിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പാസ്പോർട്ടും അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ പാസ്വേഡും സ്മാർട്ട് ഫോണും അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ആ ഫോണിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അവിടെ ഈ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം വീണ്ടെടുക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് തൃക്കണ്ണാപുരത്തെ ഒരു ഫ്ലാറ്റിൽ വെച്ചാണ്. ഫ്ലാറ്റിലെത്തിച്ച് ഇന്നലെ തന്നെ തെളിവെടുപ്പ് നടത്തിയേക്കും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സമയപരിധി കഴിഞ്ഞതിനാൽ അത്തരത്തിലൊരു നീക്കമുണ്ടായില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് അത്തരത്തിൽ തെളിവെടുപ്പിനായി തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റിലേക്ക് രാഹുലിനെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രഹസ്യമായിട്ടാണ് ഇന്നലെ രാഹുൽ എത്തിയതെങ്കിലും പിന്നീട് അത് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിൽ മാധ്യമങ്ങൾ പിന്തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഏത് തരത്തിലായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും ഈ നാളെ കൂടി ഒരു